ഹായ്, AR വോയിസിൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ ഹൃദ്യമായ സ്വാഗതം. മെയ് 8 റെഡ് ക്രോസ് ദിനം. ഒട്ടുമിക്ക ലോകരാജ്യങ്ങളിലും ശാഖകളുള്ള അന്താരാഷ്ട്ര മാനുഷിക സഹായ സംഘടനയാണ് അന്താരാഷ്ട്ര റെഡ് ക്രോസ് ആൻഡ് റെഡ് ക്രസൻറ്റ്. 1863 സ്ഥാപിതമായ ഇൻ്റർനാഷണൽ കമ്മിറ്റി ഫോർ ദി റിലീഫ് ഓഫ് ദ വൂണ്ടഡ് ആയിരുന്നു റെഡ് ക്രോസിൻ്റെ ആദ്യ നാമം. യുദ്ധ ഇരകളെ സഹായിക്കുകയായിരുന്നു ലക്ഷ്യം. പിന്നീട് എല്ലാ മാനുഷിക ദുരന്ത ഭൂമിയിലും കൈത്താങ്ങായി റെഡ് ക്രോസ് മാറി. മെയ് 8 അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനം. ഏറ്റവും വലിയ മാനുഷിക സഹായ സംഘടന. ലോകത്തിലെ ഏറ്റവും വലിയ മാനുഷിക സഹായ സംഘടനയായ റെഡ് ക്രോസ്, ഇൻ്റർനാഷണൽ കമ്മിറ്റി ഓഫ് ദി റെഡ് ക്രോസ്, ICRC, ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് റെഡ് ക്രോസ് ആൻഡ് റെഡ് ക്രസൻറ്റ് സൊസൈറ്റീസ് IFRC എന്നിങ്ങനെ 2 സംഘടനയ്ക്കു കീഴിലാണ്. 191 രാജ്യങ്ങളിലായി 1.60 കോടി സന്നദ്ധ പ്രവർത്തകരുണ്ട്. 16 കോടി ജനങ്ങളിൽ സഹായവുമായി എത്തുന്നുണ്ട്. റെഡ് ക്രോസ്, റെഡ് ക്രസൻറ്റ്, റെഡ് ക്രിസ്റ്റൽ. വിവിധ രാജ്യങ്ങളിൽ റെഡ് ക്രോസ്, റെഡ് ക്രസൻറ്റ്, റെഡ് ക്രിസ്റ്റൽ എന്നിങ്ങനെ വിവിധ പേരുകളാണ് സംഘടനയ്ക്കുള്ളത്. 150 വർഷങ്ങൾക്ക് മുമ്പ് ക്രൈസ്തവ ആഭിമുഖ്യമുള്ള രാജ്യങ്ങളിലാണ് റെഡ് ക്രോസ് ചിഹ്നം നിലവിൽ വന്നത്. ഓട്ടോമൻ ഭരണാധികാരികളുടെ ആവശ്യപ്രകാരം 1906 മുതൽ അതിന് കീഴിലുള്ള രാജ്യങ്ങളിൽ റെഡ് ക്രസൻറ്റായി മാറി. 2006 മുതലാണ് ഇതിൽ 2 ഉൾപ്പെടാത്ത ചിഹ്നമായാണ് റെഡ് ക്രിസ്റ്റൽ നിലവിൽ വന്നത്. കൂടാതെ മറ്റു ചില ചിഹ്നങ്ങളും ഇതിനുണ്ട്. ഹെൻറി ഡ്യൂനാൻറ്റ്. ഇറ്റലിയിലെ സാൾഫെർണിയോ യുദ്ധത്തിൽ പരിക്കേറ്റ പട്ടാളക്കാരെ ശുശ്രൂഷിച്ചുകൊണ്ട് ഹെൻറി ഡ്യൂനൻ്റാണ് റെഡ് ക്രോസ് പ്രസ്ഥാനത്തിൻ്റെ ആരംഭം കുറിച്ചത്. ഏത് ഭാഗത്തായാലും പരിക്കേറ്റ പട്ടാളക്കാരെ ശുശ്രൂഷിക്കണമെന്നും സൈനിക വൈദ്യ സേവനത്തിനായി ദേശീയ സൊസൈറ്റികൾ രൂപവൽക്കരിക്കണമെന്നും ആവശ്യപ്പെടുന്ന കരാറുകളിൽ രാജ്യങ്ങളെ ഒപ്പുവെപ്പിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. യുദ്ധങ്ങളും കലാപങ്ങളും സംഘർഷങ്ങളും സമാധാനരഹിതമായ പ്രവർത്തനങ്ങളും ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമകാലിക സാഹചര്യത്തിൽ ഈ സഹിഷ്ണുതയുടെയും സാഹോദര്യത്തിൻ്റെയും സേവനത്തിൻ്റെയും റെഡ് ക്രോസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ മെയ് 8 ഈ ആചരിക്കൽ നമുക്കേവർക്കും ഒരു മാതൃകയാണ് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഏവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കും മറ്റു ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ അറിവുകളുള്ള സംസാരങ്ങൾക്കും കേൾക്കുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരുമായി പങ്കിടാൻ ശ്രമിക്കുക.